ഇതുവരെ നാം പറഞ്ഞു വന്നത് ആ ശ്രീ പാർവതീദേവിയുടെ വിവാഹം, പാർവതീ പരിണയത്തെ വർണ്ണിച്ചു. ഹിമവാന്റെ കൊട്ടാരത്തിൽ വെച്ച് ആ വിവാഹത്തിൻ്റെ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് ഭഗവാൻ ദേവിയോടുകൂടി കൈലാസത്തിലേക്ക് എഴുന്നള്ളുകയും ചെയ്തു. നന്ദികേശ്വരൻ ആ കൈലാസത്തിൽ ഗോപുരത്തിൽ തന്നെ കാവലിനായിട്ട് നിൽക്കുന്നു. പാർവതി പരമേശ്വരന്മാര് അവിടെ അന്തഃപുരത്തിൽ വസിക്കുന്നു. അങ്ങനെ കാലം കഴിഞ്ഞു പോകുമ്പോഴാണ് ഈ ദേവന്മാർക്ക് അവരുടെ ആവശ്യം താരകാസുരനെ നിഗ്രഹിക്കുക, അതുപോലെ ശൂരപത്മാസുരൻ, ഇങ്ങനെ ശൂരപത്മാദി അസുരന്മാരെ നശിപ്പിക്കാൻ വേണ്ടി, നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ശിവപുത്രനായിട്ടുള്ള ആ ഒരു അവതാരം അതാണ് വേണ്ടത്. അപ്പൊ അസുരന്മാരിൽ നിന്നും വളരെയധികം ക്ലേശം അനുഭവിക്കുന്ന ദേവന്മാരെല്ലാവരും ചേർന്ന് കൈലാസത്തിൽ എത്തിച്ചേരുകയും നന്ദികേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് എന്നാണ്. ഭഗവാനോട് ഞങ്ങളുടെ സങ്കടം ഒന്ന് അറിയിക്കൂ അങ്ങ്. വേഗം തന്നെ ദേവന്മാരുടെ വാക്കുകേട്ട് നന്ദികേശ്വരൻ ഭഗവാന്റെ മുന്നിൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്ദ്രാദി ദേവന്മാരൊക്കെ തന്നെ, ബ്രഹ്മാദി ദേവന്മാരൊക്കെ അങ്ങയെ കാണാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. അങ്ങനെ ഭഗവാൻ അവർക്ക് ദർശനം നൽകുകയാണ്. ഭഗവത് ദർശനം ലഭിക്കുന്നതായ സമയത്ത് ദേവന്മാർ സ്തുതിക്കാൻ ആരംഭിച്ചു. ഓം നമ പ്രണതാർത്ഥിഘ്ന ശിവായ ശുഭമോചക കല്യാണദായ ഭവതേ കാമദായിൻ നമോസ്തുതേ. കാമാഘ്നായ പുരഘ്നായ കലിപ്രമഥനായ തേ സോമസൂര്യ അഗ്നിനേത്രായ നമ സോമാർത്ഥധാരിണേ. ശങ്കരാ നമോ നമ പാർവതീപദേ ജയ. സങ്കടമൊഴിക്കേണം പങ്കജവിശിഖാരെ. ഹുങ്കൃതിയോടും കൂടി ശരപത്മാവുതാനും സങ്കടം വളർക്കുന്നു ഞങ്ങൾക്കുദിനം പ്രതി. സാരമായിരിപ്പൊരു വസ്തുവായതും ഭവാൻ, ഘോരമായിരിപ്പൊരു സ്ഥൂലമായതും ഭവാൻ, നിരഹങ്കാരനായ മൂർത്തിയായതും ഭവാൻ, പരിചിൽ സൂക്ഷ്മമായ പരനായതും ഭവാൻ, സർവജന്തുക്കളുടെ ജീവനായതും ഭവാൻ, ഉർവീ ഭാരത്തെ ബദഹരിക്കുന്നതും ഭവാൻ, വിരവിൽ ഭൂമി തന്നെ വഹിക്കുന്നതും ഭവാൻ, ദുരിതം നശിപ്പാനായി സന്തതം നമോസ്തുതേ. അവിടുന്ന് തന്നെയാണ് സാരമായിട്ടുള്ള വസ്തു. ഇപ്പോൾ ഞങ്ങളുടെ സങ്കടം ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ശരപത്മാവ്, ശൂരപത്മാസുരനെ പോലുള്ളവർ, താരകനെ പോലെയുള്ളവരുടെ ഉപദ്രവം സഹിക്കവയ്യാതെ അവ അസുരന്മാരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുവാൻ അങ്ങേക്കല്ലാതെ മറ്റാർക്കും സാധ്യമാവില്ല. സകല ജീവജാലങ്ങൾക്കും സർവാന്തര്യാമിയായിട്ട് വിരാജിക്കുന്നതും അവിടുന്ന് തന്നെയാണ്. ഞങ്ങൾ അവിടുത്തെ നമസ്കരിക്കുകയാണ്. ഞങ്ങളുടെ ക്ലേശങ്ങളെ നീക്കുവാൻ വേണ്ടി, ദുരിതത്തെ നീക്കുവാൻ വേണ്ടിയിട്ട് അവിടുത്തെ നമസ്കരിക്കുന്നു എന്നിങ്ങനെ സ്തുതിച്ചുകൊണ്ട്, പ്രണമിക്കുന്നവരുടെ ദുഃഖത്തെ നശിപ്പിക്കുന്നവനാണ്. എത്രയും വേഗം ആ സേനാനിയായിട്ട്, ഞങ്ങളുടെ ഈ ദേവസൈന്യങ്ങളെ നിയന്ത്രിക്കുവാനൊരു സേനാനിയാണ്, നേതൃത്വം കൊടുക്കാൻ ഒരാളാണ് ആവശ്യം. നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും, എത്ര ബലമുണ്ടെങ്കിലും അതിന് നേതൃത്വം കൊടുക്കാൻ, നിയന്ത്രിക്കാൻ ഒരാളില്ലെങ്കിൽ എന്താവുന്നു? നമ്മൾ പറയും, ഇപ്പോൾ അനേകം പേര് ഒന്നിച്ചു കൂടി ചേർന്ന് ഇരിക്കുമ്പോഴും വിഭവങ്ങൾ വളരെയധികം ഉണ്ടെങ്കിലും അതിന് ചുമതലയായിട്ട് അതിനെ നിയന്ത്രിക്കാനും കൈകാര്യം ചെയ്യാനും ഒരാളുണ്ടാവണം. ഇല്ലെങ്കിൽ
നേരെയാവില്ല എന്നാണ്. കാരണം ഓരോരുത്തരും അവരവരുടെ അഭിപ്രായത്തിനനുസരിച്ച് അവരവർക്ക് തോന്നിയതുപോലെ പ്രവർത്തിക്കും. ഇവിടെ സേനാനിയായിട്ടൊരാളാണ് വേണ്ടത്. അതിന് ആ ശിവപുത്രനായിട്ട് അവിടുന്ന് ഞങ്ങൾക്ക് ആ ശിവപുത്രനെ നൽകിയാലും പ്രദാനം ചെയ്താലും അതാണ് അവരുടെ പ്രാർത്ഥന. ഞങ്ങളുടെ ഉദ്വേഗമില്ലാതെയാക്കിയാലും അങ്ങനെ ആ ഭഗവാൻ ദേവിയോട് കൂടിയിട്ട് അവിടെ വിരാജിച്ചുകൊണ്ട് ഇപ്പം ഇവിടെ 6 മുഖങ്ങളുണ്ട് എന്നാണ്. അതായത് ഭഗവാൻ 5 മുഖങ്ങളാണ്. ശ്രീ പരമേശ്വരന്റെ 5 മുഖങ്ങളും ഒപ്പമുള്ള ദേവിയുടെ ഒരു മുഖം. ഈ 6 മുഖങ്ങളിൽ നിന്നും തേജസ് പുറപ്പെട്ടു എന്നാണ് പറയുക. അപ്രകാരം ആ പുറപ്പെടുന്നതായിട്ടുള്ള തേജസ് ദേവന്മാരൊക്കെ ആ തേജസ്സിനെ സഹിക്കവയ്യാതെ വളരെയധികം ഭയപ്പെട്ടു എന്നാണ്. കാരണം അതിൻ്റെ ആ പ്രഭാവം, അതിൻ്റെ ശക്തി, അതിൻ്റെ തീവ്രത അത് സഹിക്കാൻ കഴിയുന്നില്ല. എല്ലാവരും വീണ്ടും ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കുകയാണ്. അങ്ങയുടെ തേജസ്സിനെ ഉൾക്കൊള്ളാൻ ആർക്കും ആവുന്നില്ല. ഈ തേജസ്സിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചാലും അപ്രകാരം ആ ശിവതേജസ്, ഭഗവാനിൽ നിന്ന് പുറപ്പെട്ടതായിട്ടുള്ള തേജസ് മഹാദേവന്റെ മുന്നിൽ, ശ്രീപരമേശ്വരന്റെ മുന്നിൽ ശാന്തമായിട്ട് അങ്ങനെ നിന്നു. ആ സമയത്താണ് ഭഗവാൻ അഗ്നിയെയും വായുവിനെയും വിളിച്ചിട്ട് പറയുകയാണ്, അഗ്നിദേവനെയും വായുദേവനെയും വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഈ തേജസ്സിനെ 6 രൂപത്തിൽ 6ആയിട്ട് വിഭജിക്കപ്പെട്ടിട്ടുള്ള ഈ തേജസ്സിനെ ഗംഗാനദിയിൽ നിക്ഷേപിക്കുക എന്നാണ്. അങ്ങനെ തുടർന്ന് അവിടുന്ന് ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് ദേവാശ വേദസാസാദ്ധം അനുയാന്തു മരാരിണം ഇതി ബ്രുവന്നന്തരാധൽ ഈശോപം മയാംബയ പാവക പരമൈശം തൽ ശീതളം തേജസാജ്വലൽ സമൂഹ്യച ഷഡ്വിധം മൂർധനാ കിയദ്ദൂരം ശമം ഗത യത്നേന മഹദാദാഭ്യം നിക്ഷിപ്തം തതശിവം പത്മഷണ്ഡേ പത്മനിഭം പത്മകാന്താര സംഭവം. ആ കാർത്തികേയന്റെ ആവിർഭാവത്തിന്റെ മുന്നോടിയായിട്ടുള്ള സന്ദർഭമാണ് ഇവിടെ പറഞ്ഞത്. ശ്രീപരമേശ്വരൻ അഗ്നിയെയും വായുവിനെയും വിളിച്ചിട്ട് ഈ തേജസ്സിനെ സ്വീകരിക്കാനും അതിനെ ഗംഗയിൽ കൊണ്ടുചെന്നാക്കുവാനും പറയുകയാണ്. വളരെയധികം ഭയത്തോടുകൂടി, സംഭ്രമത്തോടു കൂടിയിട്ടാണ് അവർ പറയുകയാണ്, ഞങ്ങൾക്ക് ഭഗവാനെ ആ ശക്തി, ആ തേജസ്സിനെ ഉൾക്കൊള്ളാനുള്ള, സ്വീകരിക്കാനുള്ള ശക്തി ഇല്ല. എന്നിങ്ങനെ വളരെയധികം സംഭ്രമത്തോടു കൂടി പ്രാർത്ഥിക്കുമ്പോഴാണ് ഭഗവാൻ ആശ്വസിപ്പിച്ചു, നിങ്ങൾക്കതിനുള്ള ബലമുണ്ടാവും. ആ തേജസ്സിനെ സ്വീകരിക്കുന്നതോടുകൂടി അത് ലാഘവമുള്ളതായിട്ട് മാറും എന്നിങ്ങനെ നിർദ്ദേശിക്കുകയും ആ 6 തേജസ്സുകളും സ്വീകരിച്ചിട്ടാണ് അതിനെ ആദ്യം അഗ്നി സ്വീകരിച്ചു. വായുവിന്റെ സഹായത്തോടു കൂടിയിട്ട് അതിനെ കുറേ ദൂരം വളരെയധികം പ്രയത്നിച്ചിട്ടാണെങ്കിലും കൊണ്ടുപോയിട്ടാണ് ഗംഗയെ ഏൽപ്പിക്കുകയാണ് എന്നാണ്. ഗംഗാനദിയിൽ ആ തേജസ്സിനെ പ്രവേശിപ്പിക്കുകയാണ്. ഗംഗാദേവി അതിനെ സ്വീകരിച്ചു. അങ്ങനെ അവിടുന്ന്
ഗംഗ പതുക്കെ 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 ഈ തേജസ്സിനെ താഴേക്ക് കൊണ്ടുപോയിട്ടാണ് ശരവനത്തിൽ നിന്നാണ്, ശരപ്പുല്ല് നിറഞ്ഞതായൊരിടത്ത് കൊണ്ടുചെന്ന് ആക്കി